നമസ്കാരം. പീഡനമെന്നും ഇടത് നേതാക്കൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു വിഷയമാണ്. അത് പക്ഷേ തങ്ങളുടെ എതിരാളികൾ പ്രതിഭാഗത്ത് നിൽക്കുമ്പോൾ മാത്രമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. തങ്ങളുടെ എതിരാളികൾ ആരെങ്കിലും പീഡന കേസിൽപ്പെട്ടാൽ പിന്നെ അയാളെ കൊലയാളി എന്നുവരെ വിളിക്കുന്ന, മാനസിക രോഗി എന്നുവരെ വിളിക്കുന്ന, സൈക്കോ എന്ന് വിളിക്കുന്ന രീതിയാണ് അവർ പിന്തുടരുന്നത്. എന്നാൽ ഇത് സ്വന്തം നേതാക്കന്മാർ ചെയ്യുന്നതാകുമ്പോൾ അതിന് സൈദ്ധാന്തിക വിശദീകരണവുമായി CPM-ൻ്റെ വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തും. നമുക്കറിയാം, CPM-ൻ്റെ പാലക്കാട്ടെ പ്രമുഖനായ നേതാവ് PK ശശിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നപ്പോൾ അത് അന്വേഷിക്കാനെത്തിയ PK ശ്രീമതി ടീച്ചറും AK ബാലനുമൊക്കെ പോലെയുള്ള ആളുകൾ അതിന് തീവ്രത കുറവാണ് പീഡനത്തിന് എന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ അത് ശ്രീമതി ടീച്ചർ നിഷേധിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇത് വലിയ തോതിലുള്ള ഒരു വിവാദം അന്ന് വരുത്തി വച്ചിരുന്നു. CPM-ന് വലിയൊരു ക്ഷീണമായി മാറിയ ഒരു സംഭവം കൂടിയായിരുന്നു അത്. എന്നാൽ ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ചൂടുപിടിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് പത്തനംതിട്ടയിലെ പ്രമുഖ വനിതാ CPM നേതാവായ ജനാധിപത്യ മേള അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ ലസിത നായർ ഒരു വാർത്താ സമ്മേളനം നടത്താനെത്തിയത്. രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട ലൈംഗിക അപവാദ കേസൊക്കെ തന്നെ വളരെ കത്ത് കേൾക്കുന്ന ഒരു സമയത്ത് ലസിത നായർ വാർത്താ സമ്മേളനത്തിൽ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് CPM-ന് വലിയ തോതിൽ വിനയായി മാറുകയായിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ഈ സംഭവം ബന്ധപ്പെട്ട ചോദ്യത്തിന് അവർ പറഞ്ഞത് നടൻ മുകേഷിൻ്റെ പേരുള്ള പീഡന ആരോപണവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിലുള്ള പീഡനാരോപണം തമ്മിലുള്ളൊരു താരതമ്യ പഠനമാണ് വാർത്താ സമ്മേളനത്തിൽ അവർ നടത്തിയത്. ലസിത നായർ പറഞ്ഞത് മുകേഷിൻ്റെ താരതമ്യേന തീവ്രത കുറഞ്ഞ പീഡനമാണ്, അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളരെ കടുത്ത തീവ്രത കൂടിയ പീഡനമാണ് എന്നാണ്. മുകേഷിൻ്റെ പേരിൽ കേസൊന്നും എടുത്തിട്ടില്ല, പാർട്ടി മുകേഷ് പീഡനം നടത്തിയതായി അംഗീകരിച്ചിട്ടില്ല. കാരണം ലഘുവായ പീഡനമാണല്ലോ, ചെറിയതുള്ള പീഡനമൊക്കെ ആകുമ്പോൾ പാർട്ടി അത് അംഗീകരിക്കുമെന്നുള്ള രീതിയിലാണ് ഈ നേതാവ് എന്നൊക്കെ തന്നെ തട്ടിവിട്ടത്. ഏതായാലും ഈ വാർത്ത പുറത്ത് വന്നതോടുകൂടി പിന്നീട് CPM-ന് നിൽക്കക്കളിയില്ലാത്ത അവസ്ഥ വന്നു. പല നേതാക്കളും ലസിത നായരെ രക്ഷിക്കാനായി രംഗത്തെത്തിയെങ്കിലും എല്ലാം പണി പാളുകയാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ലസിത നായർ പന്തളം നഗരസഭയിലൊരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു CPM-ൻ്റെ. ലസിത നായർ ഇന്ന് നല്ല അന്തസ്സായി തോറ്റിരിക്കുന്നു എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ ആളുകളോട് മര്യാദയ്ക്ക് പെരുമാറുകയും ഒരു വിഷയത്തിൽ ഇരട്ടത്താപ്പ് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ തന്നെയാണ് ജനങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ലസിത നായരുടെ ഈ ഒരു ദയനീയ പരാജയം. സ്വന്തം നേതാക്കൾ പീഡിപ്പിക്കുമ്പോഴൊക്കെ തന്നെ അത് തീവ്രത കുറഞ്ഞ പീഡനവും, മറ്റു പാർട്ടിയിലെ നേതാക്കൾ പീഡിപ്പിച്ചാൽ അത് തീവ്രത കൂടിയ പീഡനവും എന്ന് പറയുന്നത് നേരത്തെയും പല CPM നേതാക്കളും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷേ ലസിത നായരും അത് ഏറ്റുപാടുകയായിരുന്നിരിക്കാം. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് സമയത്താണ് ഈ അബദ്ധം വിളിച്ച് പറഞ്ഞത് എന്നുള്ള കാര്യം മാത്രം അവർ ആ സമയത്ത് ഓർത്ത് കാണില്ല. ജനാധിപത്യ മേള അസോസിയേഷനിലെ നേതാക്കന്മാരാരും തന്നെ അവരുടെ രക്ഷയ്ക്ക് എത്തിയതുമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ മേള അസോസിയേഷൻ്റെ കാര്യം നമുക്കറിയാം, അവർ സെലക്റ്റീവ് പ്രതികരണക്കാരാണ്. സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാർ പീഡനം നടത്തിയെന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കുക, എതിർ പാർട്ടിയിലെ ആരെങ്കിലുമാണ് പീഡനം നടത്തിയതെങ്കിൽ വൈകുന്നേരത്ത് തിരുവനന്തപുരത്ത് ജാഥ നടത്തുക, മെഴുകുതിരി കത്തിക്കുക, ഇരയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക തുടങ്ങിയ എല്ലാവിധ കലാപരിപാടികളും നടത്തി അവസാനം എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ചിരിച്ചുകൊണ്ട് നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോയും കൂടെ എടുത്ത് സോഷ്യൽ മീഡിയ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പ്രതിഷേധം പൂർണ്ണമായി എന്നാണ് അവരുടെ ഒരു തെറ്റിദ്ധാരണ. ഏതായാലും ലസിത നായരും അതിൻ്റെ ചുവട് പിടിച്ചാണ് ഈ ഒരു അബദ്ധം വിളിച്ച് പറഞ്ഞത്. പക്ഷേ അത് ഇത്തരത്തിൽ തനിക്ക് തന്നെ വിനയായി മാറുന്നു, ബൂമറാങ്ങായി മാറുമെന്ന് ഒരിക്കലും ലസിത നായർ പ്രതീക്ഷിച്ച് കാണില്ല. ഏതായാലും പന്തളത്തെ പ്രബുദ്ധരായ ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ തന്നെ ഈ താരതമ്യം തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പീഡനങ്ങളെ തമ്മിൽ താരതമ്യ പഠനം നടത്താൻ ഇറങ്ങിയ ലസിത നായരുടെ ഈ പീഡന സിദ്ധാന്തവും തിയറിയും ഒക്കെ തന്നെ അത് തൽക്കാലം കൈക്കൊള്ളേണ്ടതില്ല എന്ന് ജനങ്ങളും തീരുമാനിച്ചത്. പന്തളം നഗരസഭ നമുക്കറിയാം വളരെ കാലമായി BJP ഭരണത്തിലായിരുന്നു. അത് നേരത്തെ ലസിത നായർ അവിടുത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു. കൂടി ഭരണം തിരിച്ചു പിടിക്കാനായി അരങ്ങിലിറങ്ങി ലസിത നായർ സ്വന്തം വാക്ക് സാമർഥ്യം കൊണ്ട് അല്ലെങ്കിൽ വാക്ക് വൈഭവം കൊണ്ട് തന്നെ സ്വന്തം പാർട്ടിയെ വെള്ളത്തിലാക്കി എന്ന് തന്നെ പറയേണ്ടി വരും.